റിട്ടയർമെന്റിന് ശേഷം നിങ്ങളുടെ ഇൻകത്തിന് എന്ത് സംഭവിക്കും? സാധാരണ ഒരു തെറ്റിദ്ധാരണ ഉള്ളത് റിട്ടയർമെന്റിന് ശേഷം നമ്മുടെ ഇൻകം കുറയും എന്നുള്ളതാണ്. നിങ്ങൾക്ക് നല്ലൊരു തുക ഇൻവെസ്റ്റ്മെന്റ്സ് മ്യൂച്വൽ ഫണ്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻകം കുറയാണ്ട് കൂടാനായിട്ടുള്ള ഒരു സ്കീം ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി കാണിച്ചു തരാം. 50 വയസ്സാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റിട്ടയർമെന്റ് ടൈം. 40 വയസ്സിൽ നിങ്ങൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ 40 മുതൽ 50 വയസ്സ് വരെയുള്ള നിങ്ങളുടെ ആക്റ്റീവ് ഇൻകം ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി നിങ്ങൾ മിസ് ചെയ്യും. 60-ആം വയസ്സിലാണ് നിങ്ങൾ റിട്ടയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് അതിനെ അനുവദിക്കണമെന്നില്ല. അതുകൊണ്ട് 50 വയസ്സ് തന്നെയാണ് ദി ബെസ്റ്റ് റിട്ടയർമെന്റ് ഏജ്. നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത് 20 വയസ്സ് മുതൽ 50 വയസ്സ് വരെ നല്ല രീതിയിൽ ജോലി എടുക്കുക, നല്ല ഇൻകം പോസിബിലിറ്റീസിന് പുറകെ പോവുക, നല്ലൊരു കോർപ്പസ് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. 50 വയസ്സ് മുതൽ 80 വയസ്സ് വരെ നിങ്ങളുടെ റിട്ടയർഡ് ലൈഫ് വളരെയധികം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നിങ്ങൾ 20 വയസ്സ് മുതൽ 50 വയസ്സ് വരെ ഏകദേശം 2 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ്സ് നിങ്ങൾക്ക് റേസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 51-ാമത്തെ വയസ്സ് മുതൽ 80 വയസ്സ് വരെ ഓരോ മാസവും ഓരോ ലക്ഷം രൂപ വെച്ച് വിഡ്രോ ചെയ്താലും ഏകദേശം 55 കോടി രൂപയാണ് നിങ്ങൾക്ക് 80-ാം വയസ്സിൽ ഒരു കോർപ്പസ് ആയിട്ട് ബാക്കി ഉണ്ടാവുക. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ SIP പോലെ തന്നെ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ SWP എന്നുള്ള സ്കീമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. 50-ാം വയസ്സിൽ 80 വയസ്സ് വരെ നിങ്ങൾ മാസം 1 ലക്ഷം രൂപ വെച്ചുള്ള സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ യൂസ് ചെയ്താൽ മതി. ഇതിന്റെ കാൽക്കുലേഷൻസ് വളരെ സിമ്പിൾ ആണ്. ഏത് ഓൺലൈൻ കാൽക്കുലേറ്റർ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതുപോലത്തുള്ള സ്മാർട്ട് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ടിപ്സ് നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾക്ക് ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്.